ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് നമുക്കിനി ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്. വെറും 20 ഡേയ്സ്. ലാസ്റ്റ് 20 ഡേയ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം, എണ്ണം പറഞ്ഞ 20 ദിവസം മാത്രമാണ് നമുക്കിനി ബാക്കി. 20 ഡേയ്സ്. ആദ്യ പരീക്ഷ മാത്സ്, ആൻഡ് തന്നെ വരുന്നു ഇംഗ്ലീഷ്, പിന്നെ സയൻസ്. ഇംഗ്ലീഷും സയൻസും എല്ലാം തന്നെ പഠിക്കാൻ വേണ്ടി നമുക്ക് ചുരുങ്ങിയ സമയം മാത്രമുള്ളൂ. പക്ഷേ മാത്സ് പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ നിമിഷം നിങ്ങൾ പഠിക്കേണ്ടത് അത് സയൻസ് ആണ്. ഈ നിമിഷം പഠിക്കേണ്ടത് അത് ഇംഗ്ലീഷ് ആണ്. ഈ നിമിഷം പഠിക്കേണ്ടത് SS ആണ്. ഈ കാണുന്ന വിഷയങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ട് നമുക്കൊരു ഫെബ്രുവരി 7 8 മുതൽ കംപ്ലീറ്റ് മാത്സിന് വേണ്ടി മാറ്റിവെക്കാം. എന്നാൽ തന്നെയും ഒരുപാട് പേരുടെ കൺസേൺ ആണ് മാത്സ്. എനിക്ക് ഒരുപാടും പോലും അറിയില്ല. എനിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഓരോ ചാപ്റ്ററും പഠിക്കണം. ആ കാണുന്ന എല്ലാ ചാപ്റ്ററിന്റെയും കോൺസെപ്റ്റ് റിവിഷൻ വീഡിയോ ആയിട്ടാണ് ഞങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത്. ഈ കാണുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോസ്, ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ള എല്ലാ കോൺസെപ്റ്റുകളും, എന്തെല്ലാം കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമുണ്ടോ എല്ലാ കോൺസെപ്റ്റും നമ്മൾ ഈ കാണുന്ന ഒറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരിക്കും. മക്കളെ, നേരെ പോകുന്ന വീഡിയോയിലേക്ക്. ആദ്യമായിട്ട് പഠിക്കേണ്ട കാര്യം അത് മറ്റൊന്നുമല്ല, ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഓക്കെ, ഒപ്പം തന്നെ ഒറ്റ കാര്യം കൂടി, ഈ കാണുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ മക്കളും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വീഡിയോയുടെ അഭിപ്രായങ്ങൾ എന്താണോ അതെല്ലാ മക്കളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്താണ് മക്കളെ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്? ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. സംശയം എന്തുട്ടാ, കോമ്പോസിറ്റ് നമ്പർ, പ്രൈം നമ്പർ, ഇയാൾ എന്താ പറയണമെന്ന്. ആദ്യമായിട്ട് എന്താണ് കോമ്പോസിറ്റ് നമ്പർ, എന്താണ് പ്രൈം നമ്പർ? നമുക്ക് പ്രൈം പഠിക്കാം മക്കളെ. ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് അത് 1ഉം ആ നമ്പർ മാത്രമാണെങ്കിൽ അത് പ്രൈമാണ്. ഫാക്ടേഴ്സ് എന്താ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു നമ്പർ ഞാൻ 6 എടുത്തു. ഈ കാണുന്ന 6നെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന നമ്പേഴ്സ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? നമ്മൾക്ക് അവനെ ഫാക്ടേഴ്സ് എന്ന് വിളിക്കാം. സോ ഈ കാണുന്ന 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് 1. കറക്റ്റായി ഡിവൈഡ് ചെയ്യാം. അതിന് മീനിങ് എന്താ? ഞാൻ എന്റെ 1 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്തപ്പോൾ, അഥവാ 6 ഡിവൈഡഡ് ബൈ 1 എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 6 ആൻഡ് ദി റിമൈൻഡർ 0. റിമൈൻഡർ 0 എന്ന് കിട്ടി. ഇത്തരത്തിൽ റിമൈൻഡർ 0 വരുന്ന നമ്പേഴ്സ് ഞാൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് റിമൈൻഡർ 0 കിട്ടി. അങ്ങനെ വരുന്നവനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ഫാക്ടേഴ്സ് പറയാൻ പറ്റും. ഞാൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0, which means 1 is a factor. ഞാൻ 2 കൊണ്ട് 6നെ ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 0 ആണ്, അതുകൊണ്ട് 2 ഫാക്ടർ ആണ്. ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോഴും എനിക്ക് എന്താണ്? റിമൈൻഡർ 0 തന്നെയാണ്. 6നെ ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 times 6 it is 0. റിമൈൻഡർ 0, which means 3 is a factor. 4 ഫാക്ടർ അല്ല. എന്തുകൊണ്ടാ? ഞാൻ 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താ മക്കളെ? അത് 2 ആണ്. 5 ഫാക്ടർ അല്ല, റിമൈൻഡർ 0 അല്ലാത്തതുകൊണ്ട്. ആൻഡ് ഫൈനലി 6 ഫാക്ടർ ആണ്. യെസ്, 6 is a factor. കഴിഞ്ഞു. 1 2 3 6 ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട 6ന്റെ ഫാക്ടേഴ്സ്. 6 ഒരു പ്രൈം ആകണമായിരുന്നെങ്കിൽ 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം 6ഉം മാത്രമാകാൻ പാടുള്ളൂ. ഇങ്ങനെ എക്സ്ട്രാ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവനൊരു പ്രൈം നമ്പർ അല്ല. പ്രൈം അല്ലാത്തവർ നമ്മൾ എന്ത് വിളിക്കുന്നു? നമ്മൾ വിളിക്കുന്നു കോമ്പോസിറ്റ് നമ്പർ. അവസാനിച്ചു. അപ്പോൾ വീണ്ടും പറയുന്നു, 3 എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈം നമ്പർ ആണോ? 3യുടെ ഫാക്ടേഴ്സ് നോക്കാം. 3യുടെ ഫാക്ടേഴ്സ് 1ഉം 3ഉം മാത്രം, വേറെ ഒരാൾ പോലും ഫാക്ടർ അല്ല. which means class 3 is a prime number. 1ഉം ആ നമ്പറും മാത്രമാണ് നമ്മൾക്ക് എന്ത് ഇവിടെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. 1ഉം ആ നമ്പറും മാത്രമാണെങ്കിൽ അതൊരു പ്രൈം നമ്പർ ആണ്. വല്ല എക്സ്ട്രാ ഫാക്ടേഴ്സ് ഇതുപോലെ ഉണ്ടെങ്കിൽ അവൻ പ്രൈം അല്ല. ഓർത്തിരിക്കേണ്ടത് 2 is the only prime ഈവൺ നമ്പർ. ഓക്കെ, ഈവൺ ആയിട്ടുള്ള നമ്പേഴ്സിനകത്ത് 2 മാത്രമാണ് നമുക്ക് പ്രൈം ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള എല്ലാ ഈവൺ നമ്പേഴ്സും കോമ്പോസിറ്റ് ആണ്. 4 എടുത്താൽ, കാരണം 4ന്റെ ഫാക്ടേഴ്സ് 1ഉം 4ഉം മാത്രമല്ല 2ഉം കൂടി ഉണ്ടാവും. 6 എടുത്താൽ അങ്ങനെ തന്നെയാണ്. 1ഉം 6ഉം മാത്രമല്ല, അവിടെ എന്തായാലും 2 ഉണ്ടാവും. അതായത് ഏതൊരു ഈവൺ നമ്പറും 2ന് പുറമെയുള്ള ഏതൊരു ഈവൺ നമ്പറിന്റെയും ഫാക്ടർ എന്താണ്? അതിനകത്ത് 2 ഉണ്ടാവും. അതുകൊണ്ട് മക്കളെ, ഈവൺ പ്രൈം നമ്പർ നമുക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് 2 മാത്രമാണ്. ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2020 CBSE ബോർഡ് എക്സാമിനകത്ത്, ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൈം നമ്പർ. ഒരു പ്രൈം നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ടാകും? നിങ്ങൾ ഏത് പ്രൈം എടുത്താലും ആ കാണുന്ന പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം ആ നമ്പറും മാത്രമാണ്. സോ ഇറ്റ് ഈസ് 2 ഫാക്ടേഴ്സ്. മൊത്തം നമുക്ക് എത്രയാണ്? 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. നമ്മൾ നേരെ ഈ കാണുന്ന തിയറത്തിലേക്ക് വീണ്ടും വരുന്നു, ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഏതൊരു കോമ്പോസിറ്റ് നമ്പർ, 6 ഒരു കോമ്പോസിറ്റ് ആണെന്ന് അറിയാം, നമ്മൾക്ക് അവനെ പ്രൈമിന്റെ പ്രൊഡക്റ്റിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അഥവാ 2 into 3. കണ്ടോ, 2ഉം പ്രൈം ആണ്, അതുപോലെ തന്നെ 3ഉം പ്രൈം ആണ്. ഇതാ 2ന്റെയും 3ന്റെയും മൾട്ടിപ്ലൈ ഞാൻ എന്ത് ചെയ്തു? 6നെ റെപ്രസെന്റ് ചെയ്തു. ക്ലാസ് എല്ലാവർക്കും ഈ കാണുന്ന കോൺസെപ്റ്റ് മനസ്സിലായി? പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് ഞാനിതാ ഒരു കോമ്പോസിറ്റ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്തു. പ്രൈം നമ്പേഴ്സ് 2ഉം 3ഉം 6നെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു പണ്ടൊരിക്കൽ. കണ്ടോളൂ, ദി പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് നാച്ചുറൽ നമ്പർ 288.
നമുക്കറിയാം 288 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്, ബിക്കോസ് ഒരു ഈവൻ നമ്പർ ആണ്. 2ന് പുറമെയുള്ള എല്ലാ ഈവൻ നമ്പേഴ്സും കോമ്പോസിറ്റ് ആണ്. ഈവൻ നമുക്ക് എന്ത് ചെയ്യണം, പ്രൈമിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. അതിനുവേണ്ടി ക്ലാസ് 288 എഴുതി. നമ്മൾ നേരെ അവനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 2 പോവും, എത്ര വട്ടം? 2ൽ 1 ടൈം, 8ൽ 4 ടൈം, ആൻഡ് വീണ്ടും 8ൽ 4 ടൈം, 144. ഇനി സംശയമുള്ളവരുണ്ടല്ലോ, 288 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം, 144 കിട്ടും. അതാണ് ലോജിക് കേട്ടോ. വീണ്ടും 2 ചെയ്തു. 14ൽ മക്കളെ 7 ടൈംസ്, 4ൽ 2 ടൈംസ്, വീണ്ടും 2 ചെയ്തു 36, വീണ്ടും 2 ചെയ്തു 18, വീണ്ടും 2 ചെയ്തു 9, വീണ്ടും 3 ചെയ്തു. കാരണം 9ൽ നമുക്കറിയാം 2 പോവില്ല, 3 പോവുള്ളൂ. 3 ടൈംസ്. സോ ക്ലാസ് നോക്കുമ്പോൾ 1 2 3 4 5 മൊത്തം 5 ടൂസ് ഉണ്ട്. അഥവാ 288ന് ഞാൻ 2⁵, 5 ടൂസ് ഉള്ളത് കൊണ്ട് 2⁵ എഴുതി. ആൻഡ് എത്ര 3 ഉണ്ട്? 2 3 ഉണ്ട് ഇൻറ്റു 3 സ്ക്വയർ. സോ 2⁵ ഇൻറ്റു 3 സ്ക്വയർ. ഓപ്ഷൻ മക്കളെ സി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത്ര മാത്രമാണ് വരുന്നത്. ഈ കാണുന്ന കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ CBSE ബോർഡ് എക്സാമിന് 2025 ഉൾപ്പെടെ ചോദിച്ചിരുന്നു. ഈ കാണുന്ന ബാക്കി എല്ലാ ചോദ്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ലൈവിൽ വരുന്നതായിരിക്കും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നു അടുത്ത കോൺസെപ്റ്റിലേക്ക്. HCF ആൻഡ് LCM. എന്താണ് HCF, എന്താണ് LCM? അതാണ് ആദ്യ ക്വസ്റ്റ്യൻ. മക്കളെ എല്ലാവരും ശ്രദ്ധിക്കാം. ഞാൻ 2 നമ്പേഴ്സ് എടുത്തു. ഫോർ എക്സാമ്പിൾ 4 and 6. 4ഉം 6 എടുത്തു. നമ്മൾക്ക് ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് HCF. ഫുൾ ഫോം എന്താ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ. തിരിച്ചു വായിച്ചേ. ഫാക്ടേഴ്സുകളിൽ കോമൺ ആയിട്ട് നിൽക്കുന്ന ഹയസ്റ്റ് വ്യക്തി. എങ്ങനെ? ഫാക്ടേഴ്സുകളിൽ, അതായത് നമുക്കറിയാം 2 നമ്പേഴ്സ് എടുക്കുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും. ആ കാണുന്ന ഫാക്ടേഴ്സുകളിൽ കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് പേഴ്സൺ ആരോ അതാണ് HCF. ഇവിടെ ഞാൻ 4 എടുത്തു കഴിഞ്ഞാൽ 4ന്റെ ഫാക്ടേഴ്സ് എല്ലാവരും എഴുതുക. നമ്മൾക്കറിയാം 4ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 4. ഇതാണ് 4ന്റെ ഫാക്ടേഴ്സ്. ആൻഡ് അടുത്ത് എന്താണ് ഇവിടെ? 6 ഉണ്ട്. 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 6. ഈ കാണുന്ന ഫാക്ടേഴ്സിനകത്ത് കോമൺ ആൾക്കാരെ മാത്രം നോക്കുക. 2ലും കോമൺ ആരാ? 2ലും 1 കോമൺ ആണ്. അശാൻ 2ലും 2 കോമൺ ആണ്. ഈ കാണുന്ന കോമൺ ആൾക്കാരിലെ ഹയസ്റ്റ് പേഴ്സൺ, ഫാക്ടേഴ്സുകളിൽ കോമൺ ആയിട്ടുള്ളതിലെ ഹയസ്റ്റ് പേഴ്സൺ അത് 2 ആണെന്നറിയാം. അഥവാ HCF ഓഫ് 4 and 6. HCF ഓഫ് 4 and 6 എത്രയാ? അത് 2 ആണ്. ഇതാണ് HCFന്റെ ബേസിക് കോൺസെപ്റ്റ്. നമ്മൾ ഒരിക്കലും പ്രോബ്ലം ഇങ്ങനെയല്ല ചെയ്ത് പിടിക്കുക. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി വേറെ വഴിയുണ്ട്, പക്ഷെ ലോജിക്ക് മനസ്സിലാക്കണം എന്താണ് HCF എന്ന്. സിമിലർലി നമ്മൾ LCMത്തിലേക്ക് പോകുന്നു. LCM നോക്കേണ്ടത് LCM എന്താണെന്നാണ്. LCM മീൻസ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഫുൾ ഫോം ആണ് ആദ്യം പഠിക്കേണ്ടത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. തിരിച്ചു വായിച്ചേ. മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കോമൺ ആയിട്ടുള്ള ലീസ്റ്റ് പേഴ്സൺ LCM എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കോമൺ ആയിട്ട് വരുന്ന ലീസ്റ്റ് പേഴ്സൺ. ഞാൻ 2 നമ്പേഴ്സ് എഴുതി, 4ഉം എഴുതി 6ഉം എഴുതി. നിങ്ങൾ പറയും മക്കളെ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും അതുപോലെ തന്നെ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും പറയുക. 4ന്റെ പറയുമ്പോൾ 4 1s are 4, 8, 12 and then 16, 20, 24, 28 ഇങ്ങനെ പോകുന്നു അല്ലേ? ഞാൻ നേരെ എന്തിന്റെ എഴുതി? 6ന്റെ എഴുതി. 6 എന്ന് പറയുമ്പോൾ 6, 12, 18, 24, 30 എക്സെട്ര. നിങ്ങൾ പറയൂ, ഈ കാണുന്ന മൾട്ടിപ്പിളിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ആൾക്കാരെ മാത്രം നോക്കുക. ആരൊക്കെ കോമൺ മനസ്സിലായതേ? 12 കോമൺ ആണ്, 24 കോമൺ ആണ്. ഇനി 32 വരും, അത് കോമൺ അല്ല. 36 വരും, അത് കോമൺ ആയിരിക്കും. അങ്ങനെ കോമൺ ആയിട്ട് നമുക്ക് എന്താ ഒരുപാട് ആൾക്കാരുണ്ട്. കോമൺ അല്ല വേണ്ടത്. എന്താ വേണ്ടേ? കോമണിലെ ലീസ്റ്റ് പേഴ്സൺ. കോമണിലെ എനിക്ക് ആവശ്യം ഏറ്റവും ചെറുതാണ്. ആരായാലും ഏറ്റവും ചെറുത് 12 ആണെന്നറിയാം. ഒരിക്കലും 24 അല്ല ആൻസർ. LCM എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ കോമൺ ആയിട്ടുള്ളതിലെ ലീസ്റ്റ് പേഴ്സൺ. ലീസ്റ്റ് 1 ഇറ്റ് ഇസ് 12. സോ LCM മറ്റാരുമല്ല, ഹി ഈസ് 12. LCM 12 ആണ്. സോ LCM 12ഉം HCF നമുക്ക് 2 ആണെന്ന് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഒരു സിമ്പിൾ ലോജിക്. എപ്പോഴും ഈ കാണുന്ന നമ്പറിനേക്കാളും വലുതായിരിക്കും അതിന്റെ LCM
ആൻഡ് ഈ കാണുന്ന നമ്പറിനേക്കാളും ചെറുതായിരിക്കും അതിന്റെ HCF. ഓക്കെ, വിച്ച് മീൻസ് ചെറുത് മീൻസ് ഈക്വൽ ആവട്ടെ, വേണമെങ്കിൽ ഈക്വൽ ആവും. ഈ കാണുന്ന നമ്പറും LCM ഈക്വൽ ആവും, ഈ കാണുന്ന നമ്പറും HCF വേണമെങ്കിൽ ഈക്വൽ ആവാവുന്നതാണ്. അങ്ങനെയും ഉണ്ടാകും. പക്ഷെ എക്കാലം ഓർക്കണം വലുത് ചെറുത്. കാരണം നമ്മൾ ഭാവിയിൽ വേർഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ വലുതും ചെറുതും ലോജിക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് വേർഡ് പ്രോബ്ലം വളരെ ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. നോക്കിയേ, HCF എന്ന് പറഞ്ഞാൽ ഈ നമ്പറിനേക്കാളും പൊതുവെ ചെറുതായിരിക്കും. ചെറുത് ഞാൻ വീണ്ടും ഓർത്തിരിക്കുന്നു, വേണമെങ്കിൽ തുല്യമായിട്ട് വരാം, പക്ഷെ ലീവ് ഇറ്റ്. ഇനി ഇവിടെ ഈ രണ്ട് നമ്പേഴ്സ് 4 6 അതിനേക്കാളും വലുതായിരിക്കും LCM. സോ HCF എന്ന് പറഞ്ഞാൽ ചെറുതും LCM എന്താണ് വലുതും. ഓർത്ത് വെക്കാം. ബസ് അടുത്തേക്ക് പോവാം. ഇതാണ് മക്കളെ നമ്മുടെ മെത്തേഡ്സ്. ഇവിടെ LCMത്തിന്റെ മെത്തേഡും HCFന്റെ മെത്തേഡും എല്ലാം തന്നെയുണ്ട്. ഈ കാണുന്ന മെത്തേഡ് ഞാൻ ഒരു ക്വസ്റ്റ്യനിലൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ക്വസ്റ്റ്യൻ. 96ഉം 120ഉം എങ്ങനെയാണ് നമുക്ക് ഇവന്റെ LCMഉം എങ്ങനെയാണ് ഇവന്റെ HCFും കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കാൻ നോക്കാം. അതിനുവേണ്ടി ക്ലാസ് ആദ്യമായിട്ട് 96 എഴുതി. 96 ആൻഡ് 120. ഈ കിടക്കുന്ന രണ്ടുപേരെയും എന്റെ എല്ലാ മക്കളും ഫാക്ടറൈസ് ചെയ്യുക. ആദ്യം ആവശ്യം ഫാക്ടറൈസേഷൻ. ഞാൻ 96നെ ഫാക്ടറൈസ് ചെയ്തു. നിങ്ങളുടെ അടുത്ത് LCMഉം HCFും കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഫാക്ടറൈസേഷൻ ആണ്. ഞാനിതാ 96നെ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ക്ലാസ് 9ൽ 4 ടൈംസ് ബാലൻസ് 1, 16ൽ 8 ടൈംസ് 48 നീട്ടി. വീണ്ടും 2 പോവും. എത്ര വട്ടം? 24 ടൈംസ്. വീണ്ടും 2 പോവും. എത്ര വട്ടം? 12 ടൈംസ്. വീണ്ടും 2 പോവും. എത്ര വട്ടം? 6 ടൈംസ്. 2 പോയി 3 ടൈംസ്. കഴിഞ്ഞു. അതായത് 96 എന്ന് പറഞ്ഞാൽ ക്ലാസ് പറയൂ 1 2 3 4 5. മൊത്തം നമുക്കിവിടെ 5 2s ഉണ്ട്. 2 raised to 5 into 3. So 96 it is same as 2 raised to 5 into 3. കഴിഞ്ഞു. അടുത്ത ആളാണ് 120. 120 എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ തന്നെ 120യും കൂടി ഫാക്ടറൈസ് ചെയ്യുന്നു. 1 2 3 4 5 2 raised to 5 into 3. 120നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും 2. 120 എത്ര വട്ടം പോവും? 60. വീണ്ടും 2 30. വീണ്ടും 2 15. ഓ 15ൽ 2 പോവില്ല. നമ്മൾ എന്ത് ചെയ്തു മക്കളെ? 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5 കഴിഞ്ഞു. അതായത് 2 into 2 into 2 2 cube into 3 into 5. ഇതാണ് 120. ഇങ്ങനെ ഫാക്ടറൈസ് എഴുതുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ തന്നെ ബോർഡ് എക്സാമിന് കുറച്ച് മാർക്ക് വന്നു കേട്ടോ. 2 മാർക്ക് ആണെങ്കിൽ നമുക്ക് എന്താണ്, നമുക്കിപ്പോൾ LCM മാത്രമാണ് ചോദ്യമെങ്കിൽ അവിടെ 1 മാർക്ക് വീണ് കഴിഞ്ഞു. നമ്മൾ ഇനി HCF ആദ്യം കണ്ടുപിടിക്കുന്നു. HCFന് വേണ്ടി ക്ലാസ് വായിച്ചു നോക്കാം. നമ്മൾക്ക് കോമൺ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ മാത്രം നോക്കാം. കോമൺ ആയതിലെ ലീസ്റ്റ് പവർ, കോമൺ ആയതിലെ ചെറിയ പവർ ഉള്ള ആൾക്കാരെ മാത്രമാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതാണ് മക്കളെ ഇവർ എടുക്കുന്നത്. ഓക്കെ, ലോവസ്റ്റ് എക്സ്പോണന്റ്. ലോവസ്റ്റ് എക്സ്പോണന്റ് ചെറിയ പവർ വരുന്ന ആളെ വേണം നിങ്ങൾ HCF എടുക്കാനായിട്ട്. ഇതിൽ ആരൊക്കെ കോമൺ? 2ൽ കോമൺ നോക്കുമ്പോൾ 96ലും 120ലും കോമൺ ആരാ? 2 കോമൺ ആണ്. അശാൻ 2 കോമൺ. 2 മാത്രമാണ് കോമൺ, അല്ല 3യും കോമൺ. നിങ്ങൾ ഇതിന്റെ ലീസ്റ്റ് പവർ 2 raised to 5 ഉണ്ട്, 2 ക്യൂബ് ഉണ്ട്. ആരാ ചെറുത്? 2 ക്യൂബോ 2 raised to 5? 2 ക്യൂബ് എഴുതി. ഇൻറ്റു കഴിഞ്ഞില്ല. അൺഫോർച്ചുനേറ്റ്ലി 3യുടെ ലീസ്റ്റ് പവർ 3 തന്നെയാണ്. 2 3 raised to 1 ആണ്. അതുകൊണ്ട് 3 തന്നെ എഴുതി. 2 ക്യൂബ് into 3. The answer is 2 ക്യൂബ് 8 ആണ്. 8 3s are 24. The answer is 24 guys. ഇതാണ് ഇവന്റെ HCF. കഴിഞ്ഞു. നിങ്ങൾ വേണം നോക്കിക്കോളൂ. 96ന്റെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തോ എന്തൊക്കെ ഫാക്ടേഴ്സ് എന്ന്. അതുപോലെ തന്നെ 120യുടെ ഫാക്ടേഴ്സ് സെർച്ച് ചെയ്തോ. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫാക്ടേഴ്സിനകത്ത് കോമൺ ആയിട്ടുള്ളതിലെ ഏറ്റവും വലുത് 24 ആയിരിക്കും. 24നേക്കാളും വലുതായിട്ടുള്ള കോമൺ ഫാക്ടർ നിങ്ങൾക്ക് ഈ 2 നമ്പേഴ്സിൽ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഇവന്റെ LCMലേക്ക് പോകുന്നു. LCM മക്കളെ, LCM എന്ന് പറയുമ്പോൾ 2ലും കോമൺ ആയിട്ടുള്ളതിന്റെ ഹയസ്റ്റ് പവർ, 2ലും കോമൺ ആയിട്ട് വരുന്നതിന്റെ ഹയസ്റ്റ് പവർ എടുക്കുക. ഇത് 2ലും കോമൺ 2 raised to 5 2 ക്യൂബും കോമൺ 2 raised to 2 കോമൺ ആണ്. സോ 2 raised to 5 ഹയസ്റ്റ് എഴുതി. ഇൻറ്റു 3 കോമൺ ആണ്. അതിന്റെ ഹയസ്റ്റ് പവർ അൺഫോർച്ചുനേറ്റ്ലി 3 തന്നെയാണ്. ഞാൻ 3 എഴുതി. ഇത്ര മാത്രം പോരാ. ബാക്കി നിന്നുള്ള ആൾക്കാർ, കോമൺ അല്ലാത്ത ബാക്കി നിൽക്കുന്ന ആൾക്കാരും എല്ലാവരും എഴുതാം. ഇവിടെ കോമൺ അല്ലാത്ത ബാക്കി നിൽക്കുന്നത് 5 മാത്രമാണ്. ഞാൻ എന്ത് ചെയ്തു മക്കളെ? ഞാൻ നേരെ തന്നെ ആ കാണുന്ന 5നെയും കൂടി എഴുതി വെച്ചു. ഇൻറ്റു 5.
സോ 2⁵ into 3 into 5 ഇതാണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ 2⁵ 32 ആണ്. ഇറ്റ്സ് 32. ഇവിടെ ഉണ്ട് പേന. ഇവൻ 32. 32 into 3 30 60 90 it's 96. 96 into 5 I think it's around 480. കാരണം 96 into 10 it's 960. 960 divided by 2 hope you all know it's 480. Okay, അങ്ങനെയാണ് ഞാൻ ഇവന്റെ ആൻസർ 480 നേരെ പറഞ്ഞത്. അത് വേറെ മെത്തേഡ് കാൽക്കുലേഷൻ ആണ്, നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കാം കേട്ടോ. നമ്മൾ ഇതിന്റെ നേരെ ബാക്കിയിലേക്ക് പോകുന്നു. സോ ഹോപ്പ് യു ഓൾ ആർ ഫൈൻ റൈറ്റ് നൗ. എല്ലാവരും ഏറ്റവും ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞു. 3 നമ്പേഴ്സ് ആകുമ്പോൾ എങ്ങനെ, 2 ആകുമ്പോൾ പഠിച്ചു, 3 ആകുമ്പോൾ എങ്ങനെ. CBSE ബോർഡ് എക്സാം കറന്റ് ട്രെൻഡിനകത്ത് 3 എണ്ണത്തിന്റെ ചോദ്യങ്ങൾ ഒരുപാട് തവണ ചോദിക്കുന്നുണ്ട്. നമ്മളിത് ആ കാണുന്ന കാര്യം കൂടി പഠിക്കുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ എന്താണ് പറഞ്ഞ അത് തന്നെയാണ് എൻ്റെ എല്ലാ മക്കളും ചെയ്യേണ്ടത്. 28നെ ഫാക്ടറൈസ് ചെയ്യാം. 28നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും 4 into 7 അഥവാ 2² into 7 ഇതാണ് മക്കളെ 28. അതിന്റെ ഫാക്ടറൈസേഷൻ. ഇനി അതിനുശേഷം 44 എന്ന് പറഞ്ഞാൽ അത് 4 into 11 ആണ്. സോ 2² into 11 ഇതാണ് നമ്മുടെ 44. 132 ഞാൻ നേരെ എഴുതുന്നില്ല, കാരണം നമുക്ക് എന്താണ് അത് കുറച്ചും കൂടി നിങ്ങൾക്ക് തെറ്റാൻ വേണ്ടി ചാൻസ് ഉണ്ട്, അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്ത് കാണിക്കുന്നു. 132 ഇറ്റ് ഇസ് സെയിം ആസ് 6 times 6 66. വീണ്ടും 2 പോവും 33, 3 പോവും 11. സോ 2² into 3 into 11. ഓക്കെ, എല്ലാവരും ഓക്കെ. എല്ലാവർക്കും ഏറ്റവും ഗംഭീരമായിട്ട് ഈ കാണുന്ന ഭാഗം എല്ലാം തന്നെ മനസ്സിലായി കഴിഞ്ഞു. നമ്മളിങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതി. ഇനി വേണ്ടത് HCF. ഫാക്ടറൈസിന് ശേഷം HCFും LCMും. ഫസ്റ്റ് ഓഫ് ഓൾ HCF പഠിക്കാം. HCFിന് ലോജിക് അന്നും ഇന്നും എന്നും സെയിം ആണ്. 3ലും കോമൺ ആയിട്ടുള്ളതിന്റെ ലീസ്റ്റ് പവർ. 3ലും കോമൺ. 3ൽ ഞാൻ കോമൺ നോക്കുമ്പോൾ 2 2 2 കോമൺ. വേറെ ഒരാൾ പോലും എനിക്ക് എന്താണ് 3 എണ്ണത്തിലും കോമൺ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിനകത്തുള്ള ലീസ്റ്റ് പവർ എല്ലാത്തിലും 2² സോ ലീസ്റ്റ് പവറും 2² തന്നെ. 2² ദി ആൻസർ ഇസ് 4. സോ HCF ഓഫ് ദീസ് 3 നമ്പേഴ്സ് വേറെ ആരുമല്ല, അത് 4 ആണ്. കഴിഞ്ഞു. 3 ഞാൻ ബാക്കിയിലേക്ക് പോകുന്നു. LCM ആണ് എന്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കാം, 3ലും കോമൺ ആയതിന്റെ ഹയസ്റ്റ് പവർ 3ലും കോമൺ 2 ആണ്. അതിന്റെ ഹയസ്റ്റ് പവർ 2² തന്നെ. കഴിഞ്ഞില്ല. 3 എണ്ണത്തിലെ കോമൺ കഴിഞ്ഞാൽ LCM കാണുമ്പോൾ നിങ്ങൾ ഇനി 2 എണ്ണത്തിലെ കോമൺ എടുക്കണം. 2 എണ്ണത്തിൽ കോമൺ ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? 11 2 എണ്ണത്തിൽ കോമൺ ആണ്. 2 എണ്ണത്തിൽ കോമൺ ആയതിന്റെ ഹയസ്റ്റ് പവർ എഴുതുക. 2ലും 11⁻1 ആണ്, അതുകൊണ്ട് 11 തന്നെ എഴുതി. ഇനി കോമൺ അല്ലാത്ത ബാക്കി എല്ലാവരും എഴുതാം. കോമൺ അല്ലാത്ത ആരൊക്കെ ഉണ്ടോ അവന്മാരെ എല്ലാവരെയും എൻ്റെ എല്ലാ മക്കളും എഴുതി വെക്കാം. കോമൺ അല്ലാത്തവർ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് 7 ഉണ്ട്, 3 ഉണ്ട്. 7 into 3. മക്കളെ, നിങ്ങൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഇവന്റെ LCM എന്ന് പറഞ്ഞാൽ. അവസാനമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് 1-2 നോട്ടും കൂടി പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുന്നു. ശ്രദ്ധിക്കണം എൻ്റെ എല്ലാ മക്കളും. ഒരു നമ്പർ എൻഡ്സ് വിത്ത് ഡിജിറ്റ് 0 ആണെങ്കിൽ നിർബന്ധമായിട്ടും അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് 2ഉം 5ഉം ഉണ്ടാവണം. 2 and 5. ശ്രദ്ധിക്കുക, 2 and 5. 2 or 5 അല്ല, 2 and 5 should be the factors. അപ്പോൾ if a number ends with digit 0, 2 and 5 will be factors. ചോദ്യം എക്സാമിന് ഇങ്ങനെയാ വരിക. 6⁻n ends with digit 0. 6⁻n എന്ന് പറഞ്ഞാൽ അത് 0 വെച്ച് എൻഡ് ചെയ്യുമോ ഫോർ എനി നാച്ചുറൽ നമ്പർ n? 6⁻1 6 ആണ്. 6 × 36 അതും എൻ്റെ ഇല്ല. 6³ 216 അതും എൻ്റെ ഇല്ല. അങ്ങനെ ഈ കാണുന്ന n ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 ഈ കാണുന്നവൻ എപ്പോഴെങ്കിലും 0 വെച്ച് എൻഡ് ചെയ്യുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 6ന്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം. അത് 1 2 3 6. 6ന്റെ ഫാക്ടേഴ്സിനകത്ത് നമ്മൾക്ക് 2ഉം 5ഉം ഒന്നിച്ചുണ്ടോ? ഒന്നിച്ചില്ല. 2ഉം 5ഉം ഒന്നിച്ചുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ends with digit 0 എന്ന് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇവിടെ 2 ഫാക്ടർ ആണ്, അൺഫോർച്ചുനേറ്റ്ലി 5 ഫാക്ടർ അല്ല. അപ്പൊ എല്ലാവരും എഴുതണം. We know that 1 2 3 and 6 are the factors of 6. So 5 is not a factor of 6. Therefore we can say that, we know that if a number ends with digit 0, 2 and 5
are factors. So 6 raised to n can't end with digit 0. ഇങ്ങനെയും പറഞ്ഞ് ഒരു നോട്ട് എഴുതി വെക്കാം. ഇതാണ് ആവശ്യം. 6 raised to n, 14 raised to n, 8 raised to n. ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഏത് ചോദ്യം വേണമെങ്കിലും എക്സാമിന് ചോദിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നു കോപ്രൈം. എന്താണ് കോപ്രൈം? ഡെഫിനിഷൻ മനസ്സിലാക്കണം. പ്രൈം പഠിച്ചു, പക്ഷേ നമ്മൾ കോപ്രൈം പഠിച്ചില്ല. കോ വരുമ്പോൾ അർത്ഥം മാറി. ശ്രദ്ധിക്കണം മക്കളെ. ഞാൻ 2 നമ്പേഴ്സ് എടുത്തു. 2 നമ്പേഴ്സ്, ഫോർ എക്സാമ്പിൾ 4ഉം 9ഉം. 4ഉം 9ഉം. ഈ 2 പേരുടെ ഫാക്ടേഴ്സിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് 1 മാത്രം, വേറെ ആരും ഉണ്ടാവില്ല. കോമൺ ഫാക്ടേഴ്സ് ഇവിടെ പറയുന്നത് ഫാക്ടേഴ്സ് ആണ്, അല്ലാതെ നമ്പർ പ്രൈം ആണോ അതിന് റോളില്ല. ഇവിടെ നോക്കുമ്പോൾ 9 ഒരു പ്രൈം നമ്പർ അല്ല, പക്ഷേ 4ഉം 9 നമ്മൾ കോപ്രൈം പരിശോധിക്കുമ്പോൾ 4ന്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം 1, 2 and 4. 9ന്റെ ഫാക്ടേഴ്സ് നമുക്കറിയാം 1, 3 and 9. കോമൺ ഫാക്ടേഴ്സ് നമുക്ക് എന്താണ് 1 മാത്രമാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാൻ വേണ്ടി സാധിക്കും ഈ കാണുന്ന 2 നമ്പേഴ്സ് 4 and 9 എന്താണ്, ഇവന്മാര് കോപ്രൈമാണ്. ഇത് പറയാൻ പറ്റും. 4ഉം 9 എന്താണ് കോപ്രൈം എന്ന് പറയാൻ പറ്റും. ഒരിക്കലും കോപ്രൈം ആവാനായിട്ട് നമ്പേഴ്സ് പ്രൈം ആകണം എന്ന് ഒരു നിർബന്ധവുമില്ല. 4ഉം 9ഉം പ്രൈം നമ്പേഴ്സ് അല്ല, പക്ഷേ 4ഉം 9ഉം കോപ്രൈം ആണ്. അപ്പോൾ കോപ്രൈം പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്താൽ പറയുക. 2 നമ്പേഴ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്താണ് നമ്മൾ കോപ്രൈം പറയുക. പ്രൈം പറയുമ്പോൾ ഒരു സിംഗിൾ നമ്പറിനെ പറയുള്ളൂ. 4 പ്രൈം ആണോ? അല്ല. 9 പ്രൈം ആണോ? അല്ല. 3 പ്രൈം ആണോ? അതെ. നമ്മൾ അങ്ങനെ ഒരു നമ്പർ വെച്ചാണ് പ്രൈം പറയുന്നെങ്കിൽ കോപ്രൈം പറയുമ്പോൾ നമ്മൾ എന്താ മക്കളെ 2 നമ്പേഴ്സിനെ വെച്ചാണ് പറയുക. 4ഉം 9ഉം കോപ്രൈം ആണോ? 4ഉം 9ഉം കോപ്രൈം ആണ്. എന്തുകൊണ്ടാ? ഇവന്മാരുടെ കോമൺ ഫാക്ടേഴ്സ് 1 മാത്രമേ ഉള്ളൂ. വേറെ ഒരാൾ പോലും നമുക്ക് എന്താണ് കോമൺ ഫാക്ടർ ആയിട്ട് ഉണ്ടാവുകയില്ല 1ന് പുറമെ. ഇപ്പൊ ചോദ്യം വന്നു, എയും ബിയും കോപ്രൈം ആണ്. അങ്ങനെയാണെങ്കിൽ HCF of A, B. ശ്രദ്ധിക്കാം. If A and B are coprime, then HCF of A, B എന്തായിരിക്കും? 2 നമ്പേഴ്സ് കോപ്രൈം ആണെങ്കിൽ അവരുടെ കോമൺ ഫാക്ടർ ആരാ? 1. വേറെ ഒരാൾ പോലും കോമൺ ഫാക്ടർ അല്ല. സോ HCF എന്താ? ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. ഫാക്ടേഴ്സുകളിൽ കോമൺ ആയിട്ട് നിൽക്കുന്ന ഹൈയസ്റ്റ് പേഴ്സൺ. കോമൺ ഫാക്ടറേ 1 ഉള്ളൂ, അവൻ തന്നെയാണ് ഹൈയസ്റ്റ്. സോ HCF will be 1. സോ 2 നമ്പേഴ്സ് കോപ്രൈം ആണെങ്കിൽ അതിന്റെ HCF will be always 1 എന്ന് എല്ലാ മക്കളും മനസ്സിലാക്കി വെക്കുക. ഈ കാണുന്ന ലോജിക്ക് മനസ്സിലാക്കുക, അതാണ് എനിക്ക് ആവശ്യം. നമ്മൾ നേരെ പോകുന്നു അവസാനത്തെ കാര്യത്തിലേക്ക്, തിയറം. ഈ തിയറം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇഫ് P is a prime number, okay, and P divides A square, then P divides A. P എന്ന് പറഞ്ഞവൻ A square ഡിവൈഡ് ചെയ്യുമെങ്കിൽ then P divides A. ഈ കാണുന്ന തിയറമാണ് നമ്മളുടെ ഈ പറയുന്ന പ്രൂഫിനകത്ത് എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. √2 ഇറാഷണൽ ആണോ, √3 ഇറാഷണൽ ആണോ, √5 ഇറാഷണൽ ആണോ, 2√5 ഇറാഷണൽ ആണോ മുതലായിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഈ കാണുന്ന ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചാണ് പ്രോബ്ലം ഫുള്ള് ചെയ്യുന്നത്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവിനകത്ത് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് എന്താണ് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. ഒരുപാട് കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഈ ചോദ്യം നമുക്ക് അത്രമേൽ ഇമ്പോർട്ടന്റുമാണ്. എല്ലാ മക്കളും ലൈവ് നിർബന്ധമായിട്ടും കാണണം. നമ്മളുടെ ഇത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഭാവി വരുന്ന എല്ലാ ലൈവിനകത്തും ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. സോ ഗൈസ് ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ്. അഫ്നാസ് ഒക്കെ എല്ലാവരും കമന്റ് ബോക്സിനകത്ത് നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ രേഖപ്പെടുത്താൻ വേണ്ടി മറക്കരുത് പറഞ്ഞുകൊണ്ട് ബൈ.